കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാവുമോ? നിലവിൽ ലഭിക്കുന്ന സൂചനകളും കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ചർച്ചകളും നൽകുന്ന സൂചന അതെ എന്നു തന്നെയാണ്. എന്നാൽ അത് ഉറപ്പിക്കാൻ കഴിയുമോ? കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവണമെങ്കിൽ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തില്ലെന്ന ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്നും വരണം. അല്ലെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒരു മുസ്ലിം ഉണ്ടാവണം. അപ്പോഴുമുണ്ട് പ്രശ്നങ്ങൾ. കേരളത്തിലെ UDF സ്ഥാനാർത്ഥി നിരയിലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഒരേ ഒരാൾ മാത്രമാകും: ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന അടൂർ പ്രകാശ്. അത് പരിഹരിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ വീണ്ടും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സാമുദായിക സമവാക്യം പാലിക്കണമെങ്കിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ പ്രതിസന്ധിക്ക് നടുവിലാണ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം. 1-2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഉള്ളത്. ഇതിനിടയിലേക്കാണ് ലീഗ് മൂന്നാമത് ഒരു സീറ്റ് കൂടി ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് കെ.സി. വേണുഗോപാൽ എത്താനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഒപ്പം ആ സാധ്യതകൾക്കൊപ്പമുള്ള പ്രതിസന്ധികൾ കൂടി ചേർത്തേ പരിശോധിക്കാൻ കഴിയൂ. സാധ്യത 1: പ്രതിസന്ധികൾ പലതാണ് എന്നതാണ് അവസ്ഥ. കെ.സി. വേണുഗോപാലിനെ പോലെ കേരളത്തിലെ കോൺഗ്രസിലും ഹൈക്കമാൻഡിലും കരുത്തനായ നേതാവ്, ആലപ്പുഴയിൽ നിലവിൽ UDFന് അവതരിപ്പിക്കാൻ കഴിയുന്ന വിജയസാധ്യതയുള്ള നേതാവ്, മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് കെ.സി. തന്നെ നേതൃത്വത്തെ അറിയിക്കുകയും അത് ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് തടസ്സം? മുഖ്യ തടസ്സം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വർഷങ്ങളായി തുടരുന്ന സാമുദായിക സമവാക്യമാണ്. കോൺഗ്രസിൻ്റെ 16 സ്ഥാനാർത്ഥികളിൽ 4 ക്രിസ്ത്യൻ, 2 മുസ്ലിം എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സമുദായ ഫോർമുല. 4 ക്രിസ്ത്യാനികളിൽ 2 കത്തോലിക്ക, 1 ലത്തീൻ കത്തോലിക്ക, 1 യാക്കോബായ, ലത്തീൻ കത്തോലിക്കയും യാക്കോബായും 1 വീതം. ഇതായിരുന്നു 4 ക്രിസ്ത്യാനികൾക്ക് വീതിച്ചു നൽകുന്ന ഇത് ഇക്കുറിയും വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നതിന് കാര്യമായ പ്രതിസന്ധികളൊന്നും എന്നാൽ നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല. എന്നാൽ മുസ്ലിം പ്രാതിനിധ്യം അങ്ങനെയല്ല. സിറ്റിംഗ് MP-മാരെല്ലാം സീറ്റ് നൽകുകയും ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്താൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം 0 ആകും. കാലങ്ങളായി കോൺഗ്രസിൻ്റെ ലോക്സഭാ വിജയങ്ങളിൽ മുസ്ലിം വോട്ട് ഏറ്റവും നിർണായകമാണ് സ്ഥാനം. മുസ്ലിം വോട്ട് ബാങ്കിൽ ഇടതുമുന്നണി കണ്ണുവെച്ച് നടത്തുന്ന പരിശ്രമങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു മുസ്ലിമിനെ പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇടതുമുന്നണി തന്നെ വലിയ ആയുധമാക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വിഭാഗത്തെ എന്തുകൊണ്ട് അവഗണിച്ചു എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം പറയുക അത്ര എളുപ്പവുമാവില്ല. അതുതന്നെയാണ് ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലെ മുഖ്യ തടസ്സവും. ലോക്സഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളിൽ 4 മുസ്ലിം സ്ഥാനാർത്ഥികളെന്നതാണ് മുന്നണിയുടെ പതിവ് രീതി. മുസ്ലിം ലീഗിൽ നിന്ന് 2, കോൺഗ്രസിൽ നിന്ന് 2 വീതം സ്ഥാനാർത്ഥികൾ. എന്നാൽ കഴിഞ്ഞ തവണ അത് മാറി വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെയാണ് നേരത്തെ തീരുമാനിച്ച ടി സിദ്ദിഖിന് മാറേണ്ടി വന്നത്. അങ്ങനെ ആകെ മുസ്ലിം പ്രാതിനിധ്യം 1 മാറി. ഇത് ഒരേ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് ആലപ്പുഴയാണ്. ഷാനിമോൾ ഉസ്മാനായിരുന്നു. പക്ഷേ ഷാനിമോൾ ഉസ്മാന് അവിടെ വിജയിക്കാനും കഴിഞ്ഞില്ല. ഇതിന് പകരമാണ് ജബി മേത്തറിനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചതും ആ തരത്തിലേക്ക് ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കിയതും. 2004-ലെയും 2009-ലെയും 2014-ലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ 2 വീതമായിരുന്നു മുസ്ലിം പ്രാതിനിധ്യം. 2004-ൽ ചിറയൻകീഴ് MA ഷാനവാസും കാസർഗോഡ് NA മുഹമ്മദും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി. 2004-ലെ ഇടതു മുന്നേറ്റത്തിൽ 2 പേരും പക്ഷേ പരാജയപ്പെട്ടു. 2009-ലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് മത്സരിച്ചത്. വയനാട്ടിൽ നിന്ന് MA ഷാനവാസും കാസർഗോഡ് ഷാഹിദ കമാലും. മുസ്ലിം, സ്ത്രീ എന്നീ 2 പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് കൊല്ലംകാരിയായ ഷാഹിദ കമാലിനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാക്കിയത്. കാസർഗോട്ടെ ജയസാധ്യത പോലും പരിഗണിക്കാതെയായിരുന്നു ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ കാസർഗോഡേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചത്. UDF 16 സീറ്റിൽ മിന്നും ജയം നേടിയപ്പോഴും കാസർഗോഡിന് അപരിചിതയായ ഷാഹിദ കമാൽ P. കരുണാകരനോട് തോറ്റത് 65,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. 2014-ലാണ് കാസർഗോഡ് ടി സിദ്ദിഖും വയനാട്ടിൽ MA ഷാനവാസും സ്ഥാനാർത്ഥികളായത്. നന്നായി പൊരുതിയ സിദ്ദിഖ് പക്ഷേ 7,000 വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്. സുരക്ഷിതമായ മണ്ഡലമായ വയനാട്ടിൽ നിന്ന് ഷാനവാസ് വിജയം ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ 2ാം തവണ MA ഷാനവാസ് മത്സരിക്കുമ്പോൾ 2009-ൽ 1.5 ലക്ഷം കടന്ന ഭൂരിപക്ഷമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 20,870-ലേക്ക് ഷാനവാസിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. പിന്നീട് കഴിഞ്ഞ തവണ അവിടെ രാഹുൽ ഗാന്ധി എത്തിയതോടെയാണ് ഭൂരിപക്ഷം റെക്കോർഡുകൾ മറികടന്നു പോയത്. 2019-ലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിൽ 2 പേർക്ക് അവസരം നൽകിയിരുന്നു. അത്
വയനാട്ടിൽ ടി സിദ്ദിഖിനും ആലപ്പുഴയിലെ ഷാനിമോൾ ഉസ്മാനുമായിരുന്നു. അവസാന നിമിഷത്തെ ചില മാറ്റങ്ങൾ മൂലമാണ് അന്ന് ഈ മാറ്റങ്ങളെല്ലാം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വരുത്താൻ എല്ലാം കോൺഗ്രസിന് തയ്യാറാവേണ്ടി വന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയാണ് വരുന്നത് എന്നുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് അതൊരു പ്രശ്നമായി, അല്ലെങ്കിൽ ഒരു സാമുദായിക പ്രശ്നമായി വന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വന്നതോടുകൂടി മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള വോട്ട് കോൺഗ്രസിലേക്ക് അനുകൂലമായി വരാനുള്ള സഹായമായത്. വലിയ നേട്ടത്തിലേക്ക് 19 സീറ്റുകളും വിജയിച്ചുകൊണ്ട് UDF വലിയ മിന്നുന്ന ജയമൊക്കെ നേടാനും കഴിഞ്ഞു. ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധിക്ക് മുന്നിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നിൽക്കുന്നത്. ഇതെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമോ അതോ അദ്ദേഹം റായ്ബറേലിയിലേക്കോ അമേഠിയിലേക്കോ മത്സരിക്കുമോ എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ പൂർണ്ണസമയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് KC വേണുഗോപാലിന് നിൽക്കേണ്ടി വരും. KC വേണുഗോപാലിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ തവണ മാറിയത് കൊണ്ടാണ് ആലപ്പുഴ കോൺഗ്രസ് നഷ്ടമായെന്ന വികാരം ആലപ്പുഴയിലെയും കേരളത്തിലെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഇവരുടെ വികാരം കൂടി KC വേണുഗോപാലിനും പരിഗണിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ആത്യന്തികമായ തട്ടകം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആളുകളുടെ വികാരം കൂടി, പാർട്ടി പ്രവർത്തകരുടെ വികാരം കൂടി മാനിക്കുക എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സമുദായ സമവാക്യം പൊളിയാനും പാടില്ല. ഇങ്ങനെ കുറേ വലിയ വെല്ലുവിളികൾ, അനായാസം പരിഹരിക്കാൻ കഴിയാത്ത വെല്ലുവിളികൾക്ക് നടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കും, ഏതെല്ലാം തരത്തിലേക്ക് പരിഹരിക്കും, ഒന്ന് ഒപ്പിച്ചു വരുമ്പോൾ മറുഭാഗത്ത് തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. ഇതിനെല്ലാം കൂടി എങ്ങനെ കൂട്ടിയോജിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി.